നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ ശ്രീ മഹേശ്വര, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതെല്ലാം സാധിച്ചു തരുമെന്നാ ഗംഗ എന്നോട് പറഞ്ഞത്. അത് സത്യമാണെങ്കിൽ എന്റെ അച്ഛനെയും ഗംഗയും രക്ഷിക്കൂ ഭഗവാനെ. എനിക്ക് അവരല്ലാതെ വേറെ ആരുമില്ല. എന്റെ അമ്മ എന്നെ വിട്ടു പോയി. ഇപ്പൊ സ്നേഹിക്കാൻ അച്ഛനും ഗംഗയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവര് രണ്ടുപേരും വയ്യാതെ കിടക്കുക. അവരുടെ രണ്ടുപേരുടെ അസുഖങ്ങളെല്ലാം വേഗം മാറണേ ശ്രീ മഹേശ്വര, അവരെ രക്ഷിക്കണേ. തീരെ കുട്ടിയായിരുന്നപ്പോ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാ എന്റെ ഗംഗമോൾക്ക്. പാവം, അവൾക്ക് അവളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലെയൊന്നും ജീവിക്കാൻ സാധിച്ചിട്ടില്ല. ആ തറവാടിന്റെ അകത്തളത്തിൽ എന്നെപ്പോലെ ഒരാളോടൊപ്പം ആ കുട്ടിയുടെ കുട്ടിക്കാലവും കൗമാരവും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ദോഷമൊന്നും സംഭവിച്ചില്ലല്ലോ. മുത്തശ്ശിയോടൊപ്പം വളർന്നതുകൊണ്ട് ഗംഗ നല്ല കുട്ടിയായി, നല്ല ശീലമുള്ള ആളായി മാറിയില്ലേ? അതൊക്കെ ശരിയായിരിക്കാം. എന്നാലും ഈ ലോകം എന്താണെന്നോ ഇവിടെ കാണാനും അനുഭവിക്കാനും എന്തൊക്കെയുണ്ടെന്നോ ഒന്നും ആ പാവത്തിന് അറിയില്ല. തറവാടും തൊടിയും കഴിഞ്ഞൊരു ജീവിതം അവൾക്കില്ലായിരുന്നു. മാളുവിന് വേണ്ടിയാ അവൾ ഈ വീട്ടിലേക്ക് വന്നത്. ഇവിടെയും അവൾക്കത്ര സമാധാനമൊന്നും കിട്ടിയില്ല. എന്നും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി മോൻ വേണം അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ. അക്കാര്യത്തിൽ മുത്തശ്ശിക്ക് ഒരു സങ്കടം വേണ്ട. ഗംഗയ്ക്ക് ഒരു കുറവും വരുത്താതെ പൊന്നുപോലെ ഞാൻ ഗംഗയെ നോക്കും. ഗംഗയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. അതിന്റെ കാരണം മുത്തശ്ശിയുടെ വളർത്തുഗുണം തന്നെയാണ്. ആദ്യമായി മുത്തശ്ശിയെ ഞാൻ കാണുന്നത് ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ച ആ കണ്ടുമുട്ടൽ തന്നെ ഭഗവാനായി നിശ്ചയിച്ചുറപ്പിച്ച നിമിത്തവും. അതുകൊണ്ടല്ലേ മുത്തശ്ശി തേടി വീട്ടിൽ വരാനും പിന്നീട് ഗംഗയെ കാണാനുള്ള ഇടയായത്. അതെ, ഗംഗയ്ക്ക് ഒരു നല്ല ജീവിതം ഞാൻ കൊടുക്കും. അവൾ ആഗ്രഹിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത സന്തോഷങ്ങൾ അവൾക്കായി ഞാൻ കണ്ടെത്തി കൊടുക്കും. എന്റെ കുഞ്ഞിന് ചെറിയ ചെറിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ സാധിച്ചാൽ തന്നെ അവൾക്ക് വലിയ സന്തോഷമാവും. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, ഇതെന്റെ വാക്കാണ്. മുത്തശ്ശിയും ഗംഗയൊന്നും ചിന്തിക്ക് പോലും ചെയ്യാത്ത ജീവിതമാണ് ഗംഗയ്ക്ക് കിട്ടാൻ പോകുന്നത്. അതെല്ലാം ഞാൻ പറഞ്ഞ അതെന്നെ പുകഴ്ത്തുന്നത് പോലെ ആയിപ്പോവും. ആത്മപ്രശംസ ഇഷ്ടമല്ലാത്തോണ്ട് ഞാനത് പറയുന്നില്ല. എന്റെ മോളുടെ ഭാഗ്യമാ നകുലിനെ പോലൊരു ഭർത്താവിനെ കിട്ടുന്നത്. നിങ്ങളെ ശ്രീ മഹേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.